വോട്ടെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ BJP സ്ഥാനാർത്ഥികളുടെ പ്രചാരണം ഇരട്ടി ആവേശത്തോടെ പുരോഗമിക്കുന്നു. ഈസ്റ്റർ ദിനത്തിൽ തിരുവനന്തപുരം മണ്ണന്തലയിലെ റാണിഗിരി ചർച്ചിലെത്തിയ കഴക്കൂട്ടം NDA സ്ഥാനാർത്ഥി V. മുരളീധരൻ വിശ്വാസികൾക്കൊപ്പം പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നു. തത്സമയം MS വീണ അവിടെ നിന്നൊപ്പം ചെയ്യുന്നുണ്ട്. MS വീണ, സ്ഥാനാർത്ഥി രാവിലെ മുതൽ തന്നെ വലിയ തിരക്കിലാണോ? തീർച്ചയായും കൃഷ്ണരാജ, സ്ഥാനാർത്ഥി രാവിലെ മുതൽ തിരക്കിലാണ്. രാവിലെ 8:30-ക്കാണ് ആദ്യ തിരഞ്ഞെടുപ്പ് പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. 8:30യോടുകൂടി തിരുവനന്തപുരം മണ്ണന്തലയിലെ റാന്നിഗിരി ചർച്ചിൽ എത്തിയിരിക്കുകയാണ് കഴക്കൂട്ടം NDA സ്ഥാനാർത്ഥി V. മുരളീധരൻ. അദ്ദേഹം പുരോഹിതന്മാരുമായി സംസാരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് ചെറിയൊരു ഇടവേളയാണ്. ആ ഇടവേള സമയത്ത് ഭക്തർ വീടുകളിലുമൊക്കെ മടങ്ങിയിരിക്കുകയാണ്. 9:30-ക്ക് ശേഷമായിരിക്കും അടുത്ത പ്രാർത്ഥന ആരംഭിക്കുന്നത്. ആ സമയത്ത് തന്നെ ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തും. അദ്ദേഹം എത്തിയ സമയത്ത് ഇവിടെ വിശ്വാസികളുണ്ടായിരുന്നു. ആ വിശ്വാസികൾ അദ്ദേഹവും തിരിച്ച് ഈസ്റ്റർ ദിന ആശംസകൾ പറഞ്ഞു. ഇപ്പോൾ പള്ളിയിലെ പുരോഹിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട് പള്ളിയിലെ മറ്റു കാര്യങ്ങളും പള്ളിയിൽ നടക്കുന്ന ചടങ്ങുകളും ഒപ്പം തന്നെ മറ്റു കാര്യങ്ങളുമൊക്കെ V. മുരളീധരനുമായി സംസാരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇടവകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിലവിൽ ഇടവകയിലൂടെ പ്രവർത്തനങ്ങളുമൊക്കെ V. മുരളീധരൻ ചോദിച്ചറിയുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി 3 ദിവസം മാത്രമേ ഉള്ളൂ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അവസാന ദിവസം. അതിൽ 2 ദിവസം മാത്രമേ ഉള്ളൂ. 7-ാം തീയതി കലാശക്കൊട്ടാണ്. അതിനു മുന്നാലെ തന്നെ കഴക്കൂട്ടം മണ്ഡലത്തിലെ എല്ലാ ഇടങ്ങളിലും എത്തി പ്രചരണം സജീവമാക്കുക, ഇരട്ടി ആവേശത്തോടു കൂടി പ്രവർത്തകരിലേക്ക് എത്തുക, വോട്ടർമാരിലേക്ക് എത്തുക എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വോട്ടർമാരെ ഒന്നിലേറെ തവണ കാണുകയും കീ വോട്ടേഴ്സിനെ കാണുന്ന കാര്യങ്ങളടക്കം നടക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ മികച്ച രീതിയിൽ തന്നെ പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കഴക്കൂട്ടം മണ്ഡലത്തിൽ കാണാൻ സാധിക്കുന്നത്. കഴക്കൂട്ടം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഇപ്പോൾ പുരോഹിതൻ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ ആശംസകളും നേരുക, ഒപ്പം തന്നെ വിജയത്തിനായിട്ടുള്ള അനുഗ്രഹവും നൽകുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സന്തോഷവും അതിനുശേഷം സംസാരിക്കുന്ന കാഴ്ചകളും അവർ പരസ്പരം സംസാരിക്കുന്ന കാഴ്ചകളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നഗരസഭയുടെ കൗൺസിലർ കൂടിയായ കഴക്കൂട്ടത്തെ സജീവ BJP പ്രവർത്തകൻ കൂടിയായ ചെമ്പഴന്തി ഉദയനും അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. ഇപ്പോൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മണ്ഡലത്തിൽ സജീവമായി തന്നെ BJPയുടെ പ്രചരണം നടക്കുന്നുണ്ട്. കഴക്കൂട്ടം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം V. മുരളീധരൻ പുതിയൊരാളല്ല. ഇതിനു മുന്നുള്ള തിരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം ജനവിധി തേടിയിട്ടുണ്ട്. BJPയുടെ ഭൂരിപക്ഷം മികച്ച രീതിയിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലടക്കം വളർത്തിയെടുക്കുവാൻ സാധിച്ച ഒരു നേതാവ് കൂടിയാണ്. ജനകീയനാണ്, പൊതുസമ്മതനാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി അദ്ദേഹം മണ്ഡലത്തിൽ ജനങ്ങളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുപ്രശ്നങ്ങളിലടക്കം സജീവമായി ചർച്ച നടത്തിയിരുന്ന വ്യക്തി കൂടിയാണ്. നമുക്ക് എന്തായാലും അദ്ദേഹത്തോട് തന്നെ പ്രതികരണം തേടേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പിന് വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ഉള്ളൂ, 3 ദിവസം മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ഈ അവസാന ലാപ്പിലെ ഒരു പ്രചരണവും അതിൻ്റെ ആവേശവും? തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ പ്രചരണം മുന്നോട്ട് പോകുന്നു. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹമാണ് ജനങ്ങളെല്ലാവരും പൊതുവെ പങ്കുവച്ചിട്ടുള്ളത്. അത് NDAക്ക് അനുകൂലമായിട്ട് മാറും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി എത്തി. പ്രധാനമന്ത്രിക്കൊപ്പം 4 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. ആ റോഡ് ഷോ വളരെ മികച്ച രീതിയിൽ നടന്നു. ഗംഭീര സ്വീകരണമാണ് തലസ്ഥാന നഗരിയിൽ ലഭിച്ചത്. വളരെ ആവേശം നിറഞ്ഞ ഒരു റോഡ് ഷോ ആയിരുന്നു. ഞാൻ നേരിട്ട് ആ 1 കിലോമീറ്റർ 1.25 കിലോമീറ്റർ ദൂരം പ്രധാനമന്ത്രിയോടൊപ്പം സഞ്ചരിച്ചപ്പോൾ 2 വശത്തും കാത്തുനിന്ന ആളുകൾ അവരെല്ലാവരും BJPക്കാരായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. BJPക്കാരായിട്ടുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള ധാരാളം ആളുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകളെല്ലാവരും പ്രധാനമന്ത്രിയെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. അദ്ദേഹത്തോടുള്ള ആ പ്രതീക്ഷയാണ് അവരുടെ ആരാധനയായിട്ടൊക്കെ വരുന്നത്. അത് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഏറ്റവും പ്രായം ചെന്നവരെന്തായാലും ഉണ്ട്, പക്ഷേ കൊച്ചുകുട്ടികൾ അങ്ങനെയുള്ളവരുൾപ്പെടെ ആ റോഡ് ഷോയിൽ അണിനിരന്നുകൊണ്ട് പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു എന്നുള്ളത്. ഏതാനും മണിക്കൂറുകളുള്ളവർ കാത്തിരുന്നത്. എന്തായാലും 4 മണിക്ക് ഒക്കെ എത്തിയ ആൾക്കാരാണ് 7 മണി വരെ 7:30 വരെയൊക്കെ കാത്തിരുന്നത്. അതൊരു വലിയ അനുഭവമാണ്. അത് ആളുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആവേശമുണ്ട്, ആവേശവും പ്രതീക്ഷയും. അത് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും BJPക്ക് അനുകൂലമായിട്ടുള്ള വോട്ടായിട്ട് മാറും. കഴക്കൂട്ടം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറയുമ്പോൾ പോലും ശബരിമല സ്വർണ്ണക്കവർച്ചയിലടക്കം പ്രതിയായ ആരോപണ വിധേയനായ SIT സംഘമടക്കം ചോദ്യം ചെയ്ത ഒരാളാണ് കടകംപള്ളി സുരേന്ദ്രൻ. ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിൽ അലയടിക്കുമ്പോൾ പോലും വീണ്ടും സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയില്ലേ? തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്
അല്ല CPM, ഗവൺമെൻറ് എന്ന് പറയുന്നതല്ല, ശരിയല്ല, CPM ഇത്തരത്തിലുള്ള കളങ്കിതരായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ വീണ്ടും ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് തന്നെ ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ്. കാരണം ഈ ഇദ്ദേഹം SITയുടെ ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ വേണ്ടി പോലും ഒളിച്ചാണ് പോയത്. അതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ അറിയാം ഈ അദ്ദേഹത്തിൻ്റെ ഈ കൃത്യത്തിലുള്ള പങ്കിനെക്കുറിച്ച്. പക്ഷേ അങ്ങനെയുള്ള ആളുകളെ തന്നെ ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. അത്തരം നടപടികൾ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല നമ്മുടെ നാട്ടിൽ. കാരണം ജനാധിപത്യത്തിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പൊതുപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നേതൃത്വം നൽകുന്ന ആളുകൾ അവർ സംശയത്തിന് അതീതനായിട്ടുള്ള ആളുകളായിരിക്കണം. അപ്പോൾ ഈ തരത്തിൽ ആരോപണ വിധേയനായിട്ടുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം, ആ കുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ടുള്ള ഒരാൾ വീണ്ടും ജനപ്രതിനിധിയായിട്ട് വരാൻ പാർട്ടി തന്നെ ഫീൽഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ജനങ്ങൾ അർഹിക്കുന്ന രീതിയിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഈ സത്യപ്രതിജ്ഞയിലടക്കം ഈ നമുക്ക് കേസുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുമ്പോൾ പോലും അതിൽ കടകംപള്ളി സുരേന്ദ്രൻ ചില വിവരങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. 4 ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരിക്കെ 3 ക്രിമിനൽ കേസുകളുടെ വിവരങ്ങൾ മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഒരു കേസിൻ്റെ കാര്യം പൂർണ്ണമായി മറച്ചു വെച്ചിരിക്കുന്നു. ഒരു പരാജയ ഭീതി കണ്ടുകൊണ്ടാണല്ലോ. തീർച്ചയായിട്ടും ഈ ക്രിമിനൽ കേസുകളുടെ എല്ലാ വിവരങ്ങളും കൊടുക്കേണ്ടതാണ്. അത് മറച്ചു വെച്ചു എന്നുള്ളത് ഞങ്ങളുടെ ശ്രദ്ധയിൽ പിന്നീട് പെട്ടിട്ടുണ്ട്. നിയമപരമായിട്ട് എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു MLA അല്ലെങ്കിൽ മുൻ മന്ത്രിയായിട്ടുള്ള ഒരാൾ ഈ തരത്തിൽ കേസുകളടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നോട്ടീസ് കിട്ടിയതാണ്, അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അറിഞ്ഞുകൊണ്ട് തന്നെ മറച്ചു വെക്കുന്നു എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പല കാര്യങ്ങളും ഇതുപോലെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ സൂചനയാണത്. കാരണം ശബരിമല കേസ് ഉൾപ്പെടെ അദ്ദേഹം ഈ തരത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് കഴിയുന്നതും ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് എല്ലാ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഇദ്ദേഹം എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമാവാൻ ഇത് കാരണമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീകാര്യം മേൽപ്പാലം വളരെ കൊട്ടിയാഘോഷിച്ചുകൊണ്ട് ഉദ്ഘാടനം നടത്തി. 11 മാസങ്ങൾ കൊണ്ട് പണി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. കഴക്കൂട്ടം മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലടക്കം വലിയ ആവേശത്തോടുകൂടി പറയുന്നുണ്ട് ഇടതുപക്ഷമാണ് കഴക്കൂട്ടത്തിൻ്റെ മുഖച്ഛായ മാറ്റിയതെന്ന്. പക്ഷേ ഒരു വാക്ക് പാലിച്ചിട്ടില്ലല്ലോ. ശ്രീകാര്യം മേൽപ്പാലം ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല. അല്ല, ശ്രീകാര്യം മേൽപ്പാലം, മണ്ണന്തല പൗടിക്കോണം റോഡ്, ആനയറ പേട്ട റോഡ്, ഇതൊക്കെ എത്രയോ ദശകങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പണി ആരംഭിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് പൂർത്തിയാക്കും എന്ന് പറയുന്നത് തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പണി പൂർത്തിയായിട്ടില്ല എന്നുള്ളത്, സമയപരിധി കഴിഞ്ഞിട്ടും പണി പൂർത്തിയായിട്ടില്ല. ഇതൊക്കെ ഉള്ളപ്പോഴും ഈ പ്രഖ്യാപനമൊക്കെ നടക്കുമ്പോഴും മറുവശത്ത് കുടിവെള്ളം കിട്ടാത്ത 10,000-കണക്കിന് ആൾക്കാരുണ്ട്. റോഡുകൾ, സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളുള്ള മണ്ഡലത്തിലെ നിരവധി പ്രദേശങ്ങളുണ്ട്. അങ്ങനെയുള്ള നിരവധി വികസന പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണിത്. അതുകൊണ്ട് ഇതെല്ലാം ജനങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അതിലൊരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള താല്പര്യമുണ്ട്. BJPയുടെ വളർച്ചയും ഒപ്പം തന്നെ വിജയം ഉറപ്പായ സാഹചര്യത്തിലാണ് ചിലയിടങ്ങളിൽ, അതായത് ചെമ്പഴതി, മങ്ങാട്ടുകോണം പരിസരത്തുള്ള BJPയുടെ പോസ്റ്ററുകളെ നശിപ്പിക്കപ്പെട്ടൊരു സംഭവം. അതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. ഒരു പരാജയ ഭീതിയിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങളാണെന്ന് വിലയിരുത്താമല്ലോ. മാർക്സിസ്റ്റ് പാർട്ടി പ്രകോപനം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നതിൽ അഗ്രഗണ്യരായിട്ടുള്ള ആൾക്കാരാണ്. പരാജയം നേരിടാൻ പോകുന്നു എന്ന് വരുമ്പോൾ പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ഈ പ്രക്രിയയെ തന്നെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക എന്നുള്ളത് അവരുടെ പതിവാണ്. ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയും. അതുകൊണ്ട് അത്തരത്തിലുള്ള തന്ത്രങ്ങളിലൂടെ ജനവിധിയെ അട്ടിമറിക്കാൻ എന്തായാലും സാധിക്കില്ല. തീർച്ചയായും വലിയ സ്വീകാര്യതയാണ് BJPക്ക് ലഭിക്കുന്നത്. BJP ചെല്ലുന്ന സമയം മാറ്റത്തിന് ആഗ്രഹിക്കുന്ന ഒരുപാട് ജനങ്ങൾ കൂടിയുണ്ട്. ഞാനൊരു കഴക്കൂട്ടത്ത് വോട്ടറായതുകൂടി കൊണ്ട് പറയുകയാണ്. ജനങ്ങൾ മാറ്റത്തിന് ആഗ്രഹിക്കുന്നുണ്ട്. പല വികസനങ്ങൾ പറയുമ്പോഴും ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് കഴക്കൂട്ടം. കാട്ടുപന്നിയുടെ അടക്കം ശല്യമായ രൂക്ഷം നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. പക്ഷേ എന്തർത്ഥത്തിലാണ് വീണ്ടും ഇത്തരത്തിൽ ആരോപണ വിധേയനാകുന്ന ഒരാൾക്ക് അവിടെ വീണ്ടും വോട്ട് ചോദിച്ച് ചെല്ലാനുള്ളൊരു മനോധൈര്യം ഉണ്ടാകുന്നതെന്ന് കൂടി ചിന്തിക്കേണ്ടത്. മാർക്സിസ്റ്റ് പാർട്ടി എത്തിയിരിക്കുന്ന അധപ്പതനത്തിൻ്റെ ഏറ്റവും വലിയ സൂചനയാണിത്. കാരണം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ അവർക്ക് സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികളില്ലാത്ത ഒരു പാർട്ടിയായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി മാറിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ക്രിമിനൽ സ്വഭാവങ്ങളും, എല്ലാ
കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായിട്ടുള്ള ആളുകളും അങ്ങനെയുള്ള ആളുകളുടെ പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങൾ അതിനെതിരായിട്ടുള്ള വിധിയെടുത്ത് തന്നെ നടത്തും, യാതൊരു സംശയവും വേണ്ട. തീർച്ചയായും വി മുരളീധരൻ അത് തന്നെയാണ് പറയുന്നത്. ജനങ്ങൾ മാറ്റത്തെ ആഗ്രഹിക്കുന്നു, വികസനത്തെ ആഗ്രഹിക്കുന്നു. ആ ഒരു കുറിപ്പ് തന്നെ നമുക്ക് ഈ ഒരു ജനവിധിയിലൂടെ, ഏപ്രിൽ 9 നടക്കുന്ന ജനവിധിയിലൂടെ നമുക്ക് പ്രകടമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്.